قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض عدة للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ റമദാനിൽ നാം എടുക്കുന്ന ഓരോ വ്രതവും പരമാവധി ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള നോമ്പായി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. എന്തിനാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്, നോമ്പിൻ്റെ ലക്ഷ്യമെന്താണ് എന്നൊക്കെ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള നോമ്പായി ഈ റമദാൻ മാറേണ്ടതുണ്ട്, നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു ബോധത്തോടും കൂടി വരുന്ന രാപ്പകലുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തുണക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സത്യത്തിലും നീതിയിലും സുഭിക്ഷതയിലും സുരക്ഷിതത്വത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ആവശ്യമായ എല്ലാവിധ രാഷ്ട്രീയ ഉള്ളടക്കങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സമ്പൂർണവും സമഗ്രവുമായ ഒരു ജീവിത വ്യവസ്ഥയായതുകൊണ്ട് തന്നെ ഇസ്ലാം മറ്റ് മതങ്ങൾ, നമുക്ക് പരിചയമുള്ള മറ്റു മതങ്ങൾ സംസാരിക്കാത്ത പലതിനെക്കുറിച്ചും ഇസ്ലാം വിശദമായി തന്നെ സംസാരിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണരേഖയായ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അക്കൂട്ടത്തിൽ ഇസ്ലാം സമ്പത്തിനെക്കുറിച്ച്, സാമ്പത്തികമായ വിശുദ്ധിയെക്കുറിച്ച്, സമ്പത്ത് സമ്പാദിക്കുമ്പോൾ കാണിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച്, സമ്പത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച്, സമ്പത്ത് ധനികരിൽ നിന്ന് ദരിദ്രരിലേക്ക് ഒഴുകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, ദാനധർമ്മങ്ങളെക്കുറിച്ച്, സമ്പത്ത് കുന്നുകൂട്ടി വച്ചാലുണ്ടാകുന്ന ദുരന്തപൂർണവും ദുരിതപൂർണവുമായ പരിണിതിയെക്കുറിച്ച്, അതുപോലെ തന്നെ സമ്പത്തിനെ അമിതമായി പ്രേമിക്കുന്നതിനെക്കുറിച്ച്, സാമ്പത്തികമായ എല്ലാവിധ ചൂഷണങ്ങളെക്കുറിച്ചും, ഇങ്ങനെ സമ്പത്തുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വാചാലമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വാചാലമാകുന്ന ഒരു വേദഗ്രന്ഥം ഖുർആനിനെ പോലെ
നമുക്ക് ലോകത്ത് കാണുക സാധ്യമേ അല്ല. അമ്മാതിരി അർത്ഥത്തിലുള്ള സാമ്പത്തിക വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദത്തിൻ്റെ 70-ാം അധ്യായം സൂറത്തുൽ മആരിജിൽ 24-25 സൂക്തങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാം. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്കും മഅലൂമുൻ ലിസായിരി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ, സമ്പത്തുള്ളവരുടെ സമ്പത്തിൽ ഫീ അംവാലിഹിം ഹഖ്കുൻ മഅലൂമുൻ ലിസായിരി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും അവകാശം തടയപ്പെട്ടവനും നിർണിതമായ അവകാശമുണ്ട്. ദരിദ്രനും ചോദിച്ചു വരുന്നവനും നിർണിതമായ അവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ഹഖ്കും മഅലൂമുൻ ലിസായിരി വൽ മഹ്റൂം. അതുപോലെ തന്നെ ഖുർആനിൽ നമുക്ക് കാണാം, അഗതിയെ സഹായിക്കാൻ കഴിയാത്തവനല്ല, അഗതിയെ സഹായിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാത്തവൻ പോലും മതനിഷേധിയായി ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ 107-ാം അധ്യായം 1, 2, 3 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹ്ദു വലാ തആമിൽ മിസ്കീൻ. ദീനിനെ നിഷേധിച്ചവനെ താങ്കൾ കണ്ടുവോ? അഥവാ മതത്തെ നിഷേധിച്ചവനെ താങ്കൾ കണ്ടുവോ? അല്ലെങ്കിൽ പരലോകത്തെ വിചാരണ നാളിനെ നിഷേധിച്ചവനെ താങ്കൾ കണ്ടുവോ? എങ്ങനെയാണ് എന്താണ് അവരുടെ പ്രത്യേകത? അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥയെ ആട്ടിയകറ്റും, അഗതിക്ക് അന്നം കൊടുക്കൂല എന്നല്ല. അഗതിക്ക് അന്നം കൊടുക്കൂല എന്ന് ഖുർആനിൽ വേറെ കാണാം. ഇവിടെ അല്ലാഹ് പറയുന്നത് അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് അവൻ. ഒന്ന് ആലോചിച്ച് നോക്കണം ആ വാക്കിന്റെ ഡെപ്തും ഡെൻസിറ്റിയും എത്രമാത്രം വലുതാണെന്നുള്ളത്. അഗതിക്ക് അന്നം കൊടുക്കാത്തവനല്ല, അഗതിക്ക് അവന്റെ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ ദൈവനിഷേധിയാണ്, മതനിഷേധിയാണ്, പരലോക നിഷേധിയാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നു. എത്രമാത്രം കനവും തൂക്കവും ഉണ്ട് ആ വാക്കിന്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 34-35 വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശിറും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തഖ്നിസൂൻ. സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി വെക്കുകയും എന്നിട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം നബിയെ താങ്കൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറയുന്നത്. അദാബിൻ അലീം, കഠിനമായ ശിക്ഷയുടെ സന്തോഷ വാർത്ത. അതൊരു തരം പരിഹാസ രൂപത്തിലുള്ള വർത്തമാനമാണ് അള്ളാഹുവിൻ്റെ. അവർക്ക് കഠിനമായ ശിക്ഷയുടെ മുന്നറിയിപ്പല്ലേ കൊടുക്കേണ്ടത്. അതിന് പകരം അല്ലാഹ് പറയുന്നത് അവർക്ക് കഠിനമായ ശിക്ഷയുടെ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ പിന്നെ എന്താണ് ആ വാർത്ത? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും. അവർ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നാളെ പരലോകത്തെത്തുമ്പോൾ കത്തിക്കാളുന്ന നരകാഗ്നിയിലിട്ട് പഴുപ്പിച്ചെടുത്ത് അവരുടെ മുതുകിലും അവരുടെ പാർശ്വങ്ങളിലും അവരുടെ നെറ്റിത്തടങ്ങളിലും ചൂടുവെക്കും. എന്നിട്ട് അല്ലാഹു പറയും, അവരോട് പറയപ്പെടും, നിങ്ങൾ സമ്പാദിച്ച മുതലുകളാണിത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ, അർഹതപ്പെട്ടവന് അതിൻ്റെ അവകാശം കൊടുക്കാതെ നിങ്ങൾ സമ്പാദിച്ചു വെച്ച സമ്പത്താണിത്. ദാ അതിൻ്റെ രുചി നിങ്ങൾ തന്നെ ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് അവരെ കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത്തരത്തിലുള്ള ഇമാതിരിയുള്ള വർത്തമാനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത് സമ്പത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇനിയും ധാരാളം വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ സമ്പത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ സമ്പത്ത് ദരിദ്രർക്ക് കൊടുക്കേണ്ടതിൻ്റെ, അവകാശിക്ക് കൊടുക്കേണ്ടതിൻ്റെ, നല്ല രൂപത്തിൽ സമ്പാദിക്കേണ്ടതിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ ഒക്കെ ഒരുപാട് വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഇത്രയൊക്കെ ഇത് പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല. നമുക്കറിയാം പരിശുദ്ധ റമദാനാണ്. ഈ പരിശുദ്ധ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഉദാരതയ്ക്ക് ഉദാഹരണമില്ലാത്ത മാസമാണ് റമദാൻ. ഉദാരതയ്ക്ക് ഒരു ഉദാഹരണവുമില്ലാത്ത മാസമാണ്. അഥവാ പരിശുദ്ധ റമദാൻ ആയിക്കഴിഞ്ഞാൽ ദരിദ്രരുടെ കൈകളിലേക്ക് ഒഴുകുന്നത് കയ്യും കണക്കുമില്ല. പതിനായിരങ്ങളോ ലക്ഷങ്ങളോ അല്ല, കോടികളാണ് റമദാൻ മാസത്തിൽ സമ്പന്നരുടെ
ധനികരുടെ കൈകളിൽ നിന്ന് ദരിദ്രരുടെ കൈകളിലേക്ക് ഒഴുകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ലോകത്ത് വ്യക്തിപരമായി ദാനം ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒപ്പമെത്താൻ ലോകത്ത് ഒരു സമുദായത്തിനും സാധിക്കൂല. അത്രയും ലീഡ് നിലനിർത്തുന്ന ഒരു സമുദായമാണ് വ്യക്തിപരമായി ദാനം ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം. ഇത് നമ്മുടെ സഹോദര സമുദായത്തിലെ ആളുകൾ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ പോലും നമുക്ക് അത് സംബന്ധമായിട്ടുള്ള വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. മുസ്ലിം സമുദായത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ആ കാര്യത്തിൽ ലോകത്ത് ഒരു സമുദായത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ടല്ലോ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. എന്നാൽ ആ മതങ്ങളുടെയോ ദർശനങ്ങളുടെയോ ഒക്കെ ആരാധനയുടെയോ ആചാരത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ ഒന്നും ഭാഗമായിട്ട് ഇതുപോലൊരു പ്രതിഭാസം ലോകത്ത് നമുക്ക് വേറെ കാണുക സാധ്യമേ അല്ല. ഏത് പ്രതിഭാസം? പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ധനികരിൽ നിന്ന് കോടികളാണ് ദരിദ്രരിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ എ യുണീക് ഫിനോമിനൻ ഓൺ എർത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഭൂമുഖത്തെ ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമാണത്. തീർത്ത് നമുക്ക് പറയാൻ കഴിയും, ഈ ഭൂമുഖത്തെ, ഈ ലോകത്തെ ഒറ്റപ്പെട്ട പ്രതിഭാസമാണ്. കോടികളാണ് ഒരു ആരാധനാ മാസത്തിൽ ദരിദ്രരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് ഒഴുകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റമദാൻ മാസത്തെക്കുറിച്ച് തന്നെ സാധാരണ പറയാറുണ്ട്, തെണ്ടൽ മാസം എന്ന് പോലും വിശേഷിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ തെണ്ടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. എന്തുകൊണ്ടാണ് തെണ്ടേണ്ടി വരുന്നത് എന്നൊക്കെ വേറെ ചർച്ച ചെയ്യണം. ഞാനിപ്പോൾ അതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് തെണ്ടൽ മാസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അറിയാം, ജാതി മതഭേദമെന്നെ റമദാനിൽ നമുക്കറിയാം കൂട് തുറന്നു വിട്ടത് മാതിരിയാണ് ആളുകൾ കൈനീട്ടാൻ ഭിക്ഷയാചിച്ച് വരുന്നത്. ബഗേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ക്രമാതീതമാണ്. എന്തുകൊണ്ടാണത്? ഏതൊരു വീട്ടിൽ കടന്നു ചെന്നാലും 10 രൂപ കൊടുക്കാതെ വിടില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു മാസമാണിത്. എല്ലാവർക്കും ബോധ്യമുണ്ട്. 10 രൂപ കൈനീട്ടിയാൽ, റോഡ് സൈഡിൽ വെച്ച് കൈനീട്ടിയാലും വീട്ടിൽ വന്ന് കൈനീട്ടിയാലും എവിടെ വെച്ച് കൈനീട്ടിയാലും ഒരു 10 രൂപ കൊടുക്കാതെ ഇല്ല എന്ന് പറഞ്ഞു പൊയ്ക്കോളൂ, ഇല്ല എന്ന് പറയുന്ന ഒരു വർത്തമാനം ഈ മാസത്തിൽ ആരും കേൾക്കേണ്ടി വരില്ല. അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും മതത്തിൽപ്പെട്ടതാണെങ്കിലും. ആ ഒരു മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് അത് ചൂഷണം ചെയ്യാൻ വേണ്ടി വാഹനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ അത് കൊടുക്കുകയാണ്. ആ ഇനത്തിൽ ലക്ഷങ്ങളാണ് ആളുകളുടെ കൈകളിലേക്ക് പോകുന്നത്. ലക്ഷങ്ങളാണ് ആളുകളുടെ കൈകളിലേക്ക് ആ ഇനത്തിൽ മാത്രം പോകുന്നത്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ റമദാൻ മാസത്തിൽ ആളുകൾ അർഹരെ കണ്ട് അവർക്ക് വലിയ തുകകൾ കൊടുക്കുന്നു നമുക്കറിയാം. അന്വേഷിച്ച് കണ്ടെത്തി, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളാണ്, തൻ്റെ കുടുംബത്തിൽ അവകാശിയാണ് എന്ന് മനസ്സിലാക്കി ആ അർഹമായ ആളുകൾക്ക് വലിയ തുകകൾ നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ തുകകൾ ചില്ലറയല്ല. ഈ തുകകൾ ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്നത് 500 അല്ലെങ്കിൽ 2000 ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ തുകകൾ മൊത്തം കൂട്ടി വെച്ച് നോക്കുമ്പോൾ 10,000-ങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ റമദാൻ മാസത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ലോകത്ത് ഒരാരാധനയുടെ ഭാഗമായിട്ടും ഒരാരാധനാ മാസത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഭൂമുഖത്ത് ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ല. പക്ഷെ നമ്മളതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മാസത്തിലാണ് നമുക്കറിയാം കേരളത്തിലടക്കം എല്ലാവരും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അവരുടെ സംഘടനകളുടെ വരും വർഷത്തേക്കുള്ള പ്രവർത്തനത്തിന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ അനാഥാലയങ്ങൾ, അറബിക് കോളേജുകൾ, ഇവർക്കൊക്കെ വേണ്ടി ഇവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ ഫണ്ട് കണ്ടെത്തുന്നത് ഈ മാസത്തിലാണ്. ഫണ്ടിന് വേണ്ടി വരുന്ന ഒരാളെയും ആരും പറഞ്ഞു വിടാറില്ല, ഇനി ഫണ്ടില്ല പോയിക്കോ എന്ന് പറഞ്ഞു വിടാറില്ല. എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുത്തിട്ടേ വിടുള്ളൂ. പല സ്ഥാപനങ്ങളും നടക്കുന്നത് പോലും, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നത് പോലും ഈ റമദാൻ മാസത്തിലെ ഫണ്ട് കണ്ടുകൊണ്ടാണ്, ഈ റമദാൻ മാസത്തിൽ ഫണ്ട് പിരിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ റമദാൻ മാസത്തിൽ അങ്ങനെ ഒരു ഫണ്ട് കൊടുക്കാൻ നമ്മളാരും തയ്യാറായില്ലെങ്കിൽ ഇവിടെ പല സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ശക്തമായ പ്രതിസന്ധിയിലേക്ക് പോകും. അത് ചില്ലറ രൂപയല്ല. ഓരോ സ്ഥാപനങ്ങൾക്കും ആവശ്യം വേണ്ടി വരുന്നത് മാസത്തിൽ ലക്ഷങ്ങൾ രൂപയാണ് നടത്തിപ്പിന് ആവശ്യം വരുന്നത്. ഈ പൈസ സമാഹരിക്കുന്നത് ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ, സമ്പത്തുള്ള ആളുകളുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചിട്ടും വാങ്ങിച്ചിട്ടും കൈനീട്ടിയിട്ടുമാണ്.
ആ ഇനത്തിൽ മറിയുന്നത്, ഒരു മാസം മറിയുന്നത് കോടികളാണ്, ലക്ഷങ്ങളല്ല, കോടികളാണ് മറിയുന്നത് ആളുകളുടെ കൈകളിലേക്ക്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ലോകത്തൊരു ദർശനമുണ്ടെങ്കിൽ എന്തിന് സ്വന്തം സമ്പത്ത് ശുദ്ധീകരിച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ദർശനം ലോകത്തുണ്ടെങ്കിൽ, ഒരു മതം ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീൻ മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെതാണ്, സ്വത്ത് സ്റ്റേറ്റിൻ്റെതാണ് കമ്മ്യൂണിസത്തിൽ. ക്യാപിറ്റലിസത്തിൽ അഥവാ മുതലാളിത്തത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് സമ്പാദിക്കുന്ന മുതലാളിയുടേതാണ്, അയാൾക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാം. എന്നാൽ ഇസ്ലാമിൽ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. ഈ ഒരു ബോധം മുസ്ലിമീങ്ങൾക്ക് നന്നായിട്ടുണ്ടാകേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ട്രസ്റ്റി മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെയും കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പലർക്കും കൊടുത്തിട്ടില്ല. കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, കുറേ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടും അങ്ങോട്ട് ആകുന്നില്ല. വേറൊരാൾ വെറുതെ ഒന്നും നിന്നാൽ തന്നെ പണം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്. അൽ മാലു മാലുല്ലാ, ഇതാണ് ഇസ്ലാമിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ് എന്നതാണ്. അപ്പോൾ അത് നമ്മൾ സമ്പാദിക്കാൻ ഏതൊക്കെയോ സാഹചര്യങ്ങൾ നമുക്ക് ഒത്തിണങ്ങി വന്നു നമ്മൾ സമ്പാദിക്കുന്നു. ഇതിൽ അന്യൻ്റെ അവകാശമുണ്ട്. ആ അവകാശം കൊടുത്താലാണ് ആ എനിക്ക് കിട്ടിയ സമ്പത്ത് ശുദ്ധമാവുകയുള്ളൂ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. സക്കാത്ത് ഒരു പ്യൂരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ്, ഫിനാൻഷ്യൽ പ്യൂരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് സക്കാത്ത് നൽകുന്നത്. ഇത് ലോകത്ത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്യൂരിഫിക്കേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട്, സക്കാത്തിന്റെ ഭാഗമായിട്ട് കോടികളാണ് ഈ മാസം അറിയുന്നത്. കോടികൾ, 1000 അല്ല, 10,000 അല്ല, ലക്ഷങ്ങളല്ല, കോടികളാണ് ഈ മാസത്തിൽ സക്കാത്തിനത്തിൽ മാത്രം സമ്പന്നരിൽ നിന്ന് നേർക്ക് നേരെ ദരിദ്രരിലേക്കും സക്കാത്ത് സംഘടിത ശേഖരണ വിതരണ സംവിധാനങ്ങളിലൂടെ പാവങ്ങളിലേക്കും ഒഴുകുന്നത് കോടികളാണ് നമ്മൾ മനസ്സിലാക്കണം. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട്, പെൻഷനായിട്ട്, റേഷനായിട്ട്, വിദ്യാഭ്യാസ സഹായമായിട്ട്, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയായിട്ട്, ചികിത്സാ സഹായമായിട്ടൊക്കെ കോടികളാണ് ദരിദ്രരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷം നമ്മളിത് പറഞ്ഞതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സക്കാത്ത് സംരംഭമായ ബൈത്തുൽ സക്കാത്ത് കേരള ഈ 2025 മാത്രം, ഒരുപാട് സംഘടിത സക്കാത്ത് സംരംഭങ്ങൾ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അതിലേറ്റവും വലുത് എന്നെനിക്ക് തോന്നുന്നത് ബൈത്തുൽ സക്കാത്ത് കേരളയാണ്. ബൈത്തുൽ സക്കാത്ത് കേരളയുടെ 2025 ഒരു കണക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്കനുസരിച്ചിട്ട് 2025 മാത്രം, 2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെ ചെലവഴിച്ച തുക ചികിത്സാ സഹായമായിട്ട് കൊടുത്തിട്ടുള്ളത് 1466 വ്യക്തികൾക്കാണ്. 1466 വ്യക്തികൾക്ക്. അതുപോലെ തന്നെ വീട് പൂർണ്ണമായോ ഭാഗികമായോ പണിത് കൊടുത്തത് 416 പേർക്കാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയത് 315 വിദ്യാർത്ഥികൾക്കാണ്. തൊഴിൽ പദ്ധതി 332 പേർക്ക് തൊഴിൽ പദ്ധതി ഉണ്ടാക്കി കൊടുത്തു. 41 കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. അതുപോലെ തന്നെ 73 കുടുംബങ്ങളുടെ കടബാധ്യത തീർത്തു. 111 കുടുംബങ്ങൾക്ക് റേഷനായിട്ടും അതുപോലെ തന്നെ പെൻഷനായിട്ടും നൽകുന്നു. ഇതാ ഒറ്റ സക്കാത്ത് സംരംഭത്തിൽ നിന്ന്. ഇതിന് തന്നെ എത്ര കോടി രൂപ വേണം? അപ്പം ഞാൻ പറയുന്നത് സക്കാത്ത് ഇനത്തിൽ മാത്രം ഇവിടെ ഏറ്റവും കൂടുതൽ കോടികൾ ഒഴുകുന്നത് ഈ റമദാൻ മാസത്തിലാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇതിനു പുറമെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റമദാൻ കിറ്റായിട്ട്, അതുപോലെ തന്നെ ഇഫ്താർ കിറ്റായിട്ട് ആളുകളിലേക്ക് ഒഴുകുന്നത്, ഇതിനൊക്കെ പണം വേണമല്ലോ. നമ്മളിത് പലരായിട്ട് കൊടുക്കുന്നത് കൊണ്ടും പല സമയത്ത് കൊടുക്കുന്നത് കൊണ്ടും നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടുമാണ്. പക്ഷേ ഇതിനെ നമ്മൾ മൊത്തത്തിൽ ഇത് എങ്ങനെ കൊടുത്താലും, ഏതൊക്കെ രൂപത്തിൽ കൊടുത്താലും പണമായിട്ടാണല്ലോ കൊടുക്കുന്നത്, ക്യാഷായിട്ടാണല്ലോ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കൂടാതെ വേറെ ഏതെല്ലാം രൂപത്തിൽ പണം ഈ റമദാൻ മാസത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ കണക്കുകളൊന്നും എന്തായാലും പണമാണല്ലോ കൊടുക്കുന്നത്. അർഹതപ്പെട്ടവന്, അവകാശപ്പെട്ടവന് പണമായിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ വേറെ പല ചെറിയ ചെറിയ രൂപങ്ങളുണ്ട് ഈ മാസത്തിൽ
സമ്പത്ത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന വേറെ വേറെ ചെറിയ ചെറിയ രൂപങ്ങളുണ്ട്. അതിപ്പോൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നമുക്കറിയാം, ചിന്തിച്ചറിയാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒഴുക്കിൻ്റെ താൽക്കാലിക സമാപനം എന്നുള്ള നിലക്ക്, ഈ ഒഴുക്കിൻ്റെ താൽക്കാലിക സമാപനം എന്നുള്ള നിലക്കാണ് മുസ്ലിം സമൂഹം എന്ത് ചെയ്യുന്നത്? ഫിത്ർ സക്കാത്ത് നൽകുന്നത്. ഫിത്ർ സക്കാത്ത് നൽകുന്നത് ഈ സാമ്പത്തിക ഒഴുക്കിൻ്റെ താൽക്കാലിക സമാപനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം മുതൽ പിന്നെയും ആളുകൾ ദാനം ചെയ്യുന്നുണ്ട്, ചോദിച്ചു വരുന്നവന് കൊടുക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മാത്രം, ഈ ഫിത്ർ സക്കാത്ത് മാത്രം ഒന്ന് നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ കിട്ടും. അങ്ങനെ അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് 1,06,00,000-നും 1,10,00,000-നും ഇടയിലാണ് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ. 1,06,00,000-നും 1,10,00,000-നും ഇടയിലാണ്. ഈ 1,06,00,000 എടുക്കാം നമുക്ക്. ഈ 1,06,00,000 മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ അന്ന് പ്രസവിച്ച് വീണ കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. 2.5 കിലോ, ആവറേജ് 2.5 കിലോ അരി കൊടുക്കണം. ഈ 1,06,00,000-ൽ നിന്ന് നമുക്ക് 26,00,000 അങ്ങോട്ട് മാറ്റി നിർത്താം. 26,00,000 മാറ്റി നിർത്താം. 26,00,000 ഫിത്ർ സക്കാത്ത് കൊടുക്കൂല എന്ന് കണക്കാക്കിക്കോ. അത്രയൊന്നും കൊടുക്കാതിരിക്കുന്നില്ല കേരളത്തിൽ. 26,00,000 മുസ്ലിങ്ങൾ ഫിത്ർ സക്കാത്തേ കൊടുക്കുന്നില്ല, വശത്തേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നിരിക്കട്ടെ. 80,00,000 ജനങ്ങൾ ബാക്കി ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. 80,00,000 ജനങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ 2.5 കിലോ അരി വീതം കൊടുക്കുമ്പോൾ അത് എത്ര കിലോ അരി വരുമെന്ന് നിങ്ങൾക്കറിയാമോ? 2 കോടി കിലോഗ്രാം അരി വരും. 2 കോടി കിലോഗ്രാം അരി. 2 കോടി കിലോഗ്രാം അരി. 1 കിലോ അരിക്ക് മിനിമം 50 രൂപ നമ്മൾ കൂട്ടിയാൽ, ഇപ്പോൾ സുരേഖ പവിഴമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 54 56 ഒക്കെ വരും. റേഷനരി വാങ്ങിയാലും കൊടുക്കാറില്ലല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ കൂട്ടിയാലും നമ്മളൊരു 50 രൂപ വെച്ച് പിന്നെ ഈ 2 കോടി കിലോഗ്രാം അരിക്ക് കൊടുത്താൽ എത്ര രൂപയുടെ അരിയായി എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 100 കോടി രൂപയുടെ അരിയായത്. ഈ 100 കോടി രൂപയുടെ അരി ഒരൊറ്റ ദിവസം കൊണ്ടാണ് നിശബ്ദമായി വിതരണം ചെയ്യപ്പെടുന്നത്. അത്ഭുതമാണ് സത്യത്തിൽ. ലോകത്ത് ഇങ്ങനെ ഒരു ഫെനോമിനൻ പ്രതിഭാസം നിലനിൽക്കുന്നത് എവിടെയാണുള്ളത്? ഏത് ആരാധനയുടെ ഭാഗമായിട്ടുള്ളത്? ഇവിടെ ആരാധന ഇപ്പം നമ്മുടെ മാത്രമല്ലല്ലോ, ലോകത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ആരാധനകളുണ്ട്. അവരുടെ ഏതെങ്കിലും ആരാധനയുടെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു സാമ്പത്തിക പ്രതിഭാസം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റമദാൻ മാസത്തിൻ്റെ ഒരു അവസ്ഥ. ഈ 100 കോടി രൂപയുടെ അരി ഒറ്റ രാത്രി കൊണ്ട് ഒരു ബഹളവും ഒച്ചപ്പാടും ഇല്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ ഈ ഒഴുക്ക് നടക്കുമ്പോൾ, ഇതാ സമ്പത്ത് ദരിദ്രന്റെ കയ്യിൽ നിന്ന്, സമ്പന്നന്റെ കയ്യിൽ നിന്ന് ദരിദ്രന്റെ കയ്യിലേക്ക് പോയി എന്നതല്ല. ഈ ഒഴുക്ക് റമദാൻ മാസത്തിൽ നടക്കുമ്പോൾ, റമദാൻ മാസത്തിലും തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് ഡിമാൻഡ് ആൻഡ് പർച്ചേസ് വർദ്ധിക്കും. ഈ പണം കയ്യിൽ കിട്ടുന്നവൻ അത് വിനിയോഗിക്കണമല്ലോ. അപ്പൊ വ്യത്യസ്തങ്ങളായ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അതിന്റെ കച്ചവടം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഒഴുക്ക് നമ്മളൊന്ന് ആലോചിക്കണം. വ്യത്യസ്തമായ കടകൾക്ക് അതിന്റെ കച്ചവടം കൂട്ടുകയാണ്. കാശ് കയ്യിൽ വയ്ക്കുകയല്ലോ ചെയ്യുക, അതെടുത്ത് വിനിയോഗിക്കും. അതെടുത്ത് വിനിയോഗിക്കുമ്പോൾ ഇത് നൽകാൻ വേണ്ടി ഒരു കച്ചവടം നടക്കും. ഇപ്പം റമദാൻ കിറ്റ് വാങ്ങണമെങ്കിൽ അത് വാങ്ങണമല്ലോ, അതിലൂടെ കടക്കാരന് കിട്ടും. അതേപോലെ തന്നെ വീട് പണിയണമെങ്കിൽ സാധനങ്ങൾ വാങ്ങണമല്ലോ, ഈ സാധനങ്ങൾ വാങ്ങുന്നതിലൂടെ അയാൾക്ക് കിട്ടും. അതല്ലാതെ പൈസയായിട്ട് കിട്ടിയ സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ ആ പണം കൊണ്ടുപോയിട്ട് എന്തു ചെയ്യും? സാധനങ്ങൾ വാങ്ങും. ഇതിലൂടെ എല്ലാം നടക്കുന്നത് കച്ചവടക്കാർക്ക് കച്ചവടവും വർദ്ധിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ഇത് ഞാൻ പറഞ്ഞത് 100 കോടി രൂപയുടെ അരി എന്ന് പറഞ്ഞത് ഈ ഒരു സംസ്ഥാനത്തെ കാര്യം മാത്രമാണ്. ഈ ഒരു സംസ്ഥാനത്തെ കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ ഒന്ന് ഇന്ത്യയിലേക്കും ലോകത്തിലേക്കും ഒന്ന് വികസിപ്പിച്ച് നോക്കിയേ. ഇന്ത്യയിലേക്കും ലോകത്തിലേക്കും ഒന്ന് വികസിപ്പിച്ച് നോക്കിയേ. നമുക്കതിൻ്റെ കൃത്യം കണക്ക് കിട്ടൂല, പക്ഷെ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വലിയ പ്രതിഭാസമാണിത്. നമ്മളൊന്ന് ഒരു നിമിഷം ആലോചിച്ചാൽ ഈ ഭൂമുഖത്ത് അങ്ങനെ ഒരു പ്രതിഭാസം ഈ റമദാനുമായി ബന്ധപ്പെട്ടല്ലാതെ നടക്കുന്നേയില്ല. നമുക്ക് ഈ പണ്ട് കാലം മുതൽ ഇതൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ ഗൗരവമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതേ യുണീക്ക് ഫെനോമിനൻ ഇൻ ദ ഓൺ എർത്ത് അല്ലെങ്കിൽ ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയാം. ഭൂമിയിൽ, ചരിത്രത്തിൽ, ഹിസ്റ്ററിയിൽ, ലോകത്ത് ഇങ്ങനെ ഒരു അപൂർവ പ്രതിഭാസം ഈ റമദാനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടക്കുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടക്കുന്നത്.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് നോക്കിയാൽ, ചരിത്രത്തിൽ നോക്കിയാൽ, ഈ വ്യക്തിപരമായി ദാനം ചെയ്യുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനാണ് അത് ഏറ്റവും കൂടുതൽ കഴിയുക എന്ന് ഞാൻ പറഞ്ഞു. മുസ്ലിം സമുദായത്തിൻ്റെ സോഷ്യൽ സൈനായി, സാമൂഹിക അടയാളമായി അത് മാറിയിട്ടുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ജീനിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. മുസ്ലിം സമുദായത്തിൻ്റെ ജീനിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇവർ കൂടുതൽ കൊടുക്കുന്നത് എന്നതല്ല, ജീനിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. മറിച്ച് ഖുർആനികമായ അത് സംബന്ധമായ ഖുർആനിക അധ്യാപനങ്ങളുടെയും ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു പാരമ്പര്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് മുസ്ലിം സമുദായം ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായം മദ്യപിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനവും ആ അധ്യാപനം ഉൾക്കൊണ്ട ഒരു പാരമ്പര്യത്തെയും പിന്തുടർന്നാണ് മുസ്ലിം സമുദായം മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ട് പോയത്. നമ്മൾ ഇതുവരെ മദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു കള്ള് ഷാപ്പ് മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു അംഗം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് ഈ കാലത്ത് നമ്മളതൊരു ചെറിയ കാര്യമായി കാണരുത്. ഈ കെട്ട കാലത്ത് ഇന്നും ഒരു മുസ്ലിം പേരിൽ ഒരു കള്ള് ഷാപ്പില്ല. ഒരു കള്ള് ഷാപ്പിൽ മുസ്ലിങ്ങളാരും ജോലിക്ക് നിൽക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഇതെന്തുകൊണ്ടാണ്? അവരുടെ ജീനിന്റെ പ്രത്യേകതയാണോ? ജനറ്റിക്കലായിട്ട് കിട്ടിയതാണോ? അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്. അതിൻ്റെ ശക്തമായ സ്വാധീനമാണ്. ഇതുപോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ പലിശ കൊടുക്കുന്നവർ ഒരുപാടുണ്ടാവും. ഇപ്പം ഇതിനകത്ത് തന്നെ പലിശ കൊടുക്കുന്നവർ ധാരാളം പേരുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒരാൾ പോലും 1000 രൂപ കൊടുത്തിട്ട് പലിശ വാങ്ങുന്നവരുണ്ടാവില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ കണിശമായ നിർദ്ദേശവും ആ നിർദ്ദേശം പാലിച്ച ഒരു തലമുറയുടെ പാരമ്പര്യവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നതുകൊണ്ടാണ് മുസ്ലിം സമുദായം അത് ചെയ്യാത്തത്. അതുപോലെ തന്നെ മുസ്ലിം സമുദായം പന്നിമാംസം തിന്നാറില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിലെ കുറച്ച് ആളുകൾ കള്ളു കുടിക്കുമ്പോൾ പോലും അവർ പന്നിമാംസം തിന്നില്ല. കാരണം കള്ളിനേക്കാൾ വലിയ ഹറാമായ സാധനമാണ് ഈ പന്നിമാംസം എന്നവർ ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് തിന്നാത്തത്? വിശുദ്ധ ഖുർആനിൽ അത് തിന്നരുതെന്ന് പറഞ്ഞ നിർദ്ദേശവും ആ നിർദ്ദേശം ഉൾക്കൊണ്ട ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സമൂഹത്തെ പിന്തുടർന്നതിൻ്റെയും ഭാഗമായിട്ടാണ് മുസ്ലിം സമൂഹം അതിന് തുനിയാത്തത്. ഇതുപോലെ തന്നെയാണ് ജനസേവന പ്രവർത്തനവും ദാനശീലവും എല്ലാം ഉദാഹരണമില്ലാത്ത ഉദാരത മുസ്ലിം സമൂഹം കാണിക്കുന്നതും ഇതുകൊണ്ടാണ്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ ശക്തമായ അധ്യാപനങ്ങളും ആ അധ്യാപനങ്ങൾ പ്രവാചകന്റെ അധ്യാപനങ്ങളും ആ അധ്യാപനങ്ങൾ കേട്ട സഹാബികൾ ചെയ്ത ജനസേവന പ്രവർത്തനങ്ങളും ദാനത്തിൻ്റെതായ അതുല്യമായ മാതൃകകളും കണ്ടു പരിചയിച്ച മാതാപിതാക്കൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ മക്കൾ അത് കണ്ട് വളരുകയാണ് ചെയ്യുന്നത്. എത്ര മനോഹരമായ ഒരു സംഗതിയാണ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം നമ്മൾ ചൂണ്ടിക്കാണിക്കണം. വിശുദ്ധ ഖുർആന്റെയും പ്രവാചക വചനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ നടപ്പാക്കിയ സഹാബികളുടെ ചരിത്രം കേട്ട ആളുകൾ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണുന്ന മക്കളും മാതാപിതാക്കളും ഒക്കെ അങ്ങനെ വളരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ് വളർത്തേണ്ടത്. മക്കളെ അങ്ങനെയാണ് വളർത്തേണ്ടത്. അതുകൊണ്ട് ദാനശീലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുഖമുദ്രയായിരിക്കണം. നമ്മൾ എല്ലാം നമ്മളെടുത്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നാം നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം. നമ്മൾ ദാനം ചെയ്യുന്നത് നമ്മുടെ ചെറിയ മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കണം. അവർ കാണണം നമ്മളിത് കൊടുക്കുന്നത്. ഇടക്ക് അവരെ കൊണ്ട് നമ്മൾ കൊടുപ്പിക്കണം. അവരറിയണം കാരുണ്യത്തിൻ്റെ വില എന്താണെന്നറിയണം, ദാരിദ്ര്യം എന്താണെന്ന് അവർ അറിയണം. അതുകൊണ്ട് അവരുടെ കയ്യിൽ നമ്മൾ 1000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വെച്ച് അവരോട് കൊടുക്കാൻ പറയണം. വീട്ടിൽ ആരെങ്കിലുമൊക്കെ കൈനീട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് കൊടുക്കണം. ആ കൈനീട്ടി വന്ന ആൾക്ക് കൊടുക്കണം. കാരണം ഇത് കൊടുക്കുന്നത് കണ്ടാൽ പിന്നെ അവൻ്റെ മുമ്പിൽ വലിയ ആയത്തോ ഹദീസോ അതല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ വലിയ പ്രഭാഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, സക്കാത്ത് നമ്മുടെ ആളുകൾ പലരും കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സക്കാത്ത് തങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. മാതാപിതാക്കൾ ഇതൊക്കെ ചെയ്യുന്ന കള്ളുകുടിക്കണ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കള്ളുകുടിക്കണില്ല. മാതാപിതാക്കൾ പലിശ വാങ്ങണ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പലിശ വാങ്ങാറില്ല.
അതേപോലെ തന്നെ മാതാപിതാക്കൾ പന്നിമാംസം തിന്നുന്നത് കണ്ടിട്ടില്ല, നമ്മളും തിന്നുന്നില്ല. ഇതുപോലെ മാതാപിതാക്കൾ സക്കാത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കൊടുക്കണില്ല. കുറച്ചൊക്കെ ആ സ്വാധീനമാണ്. പിന്നെ ബാക്കിയുള്ളവർ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ശക്തമായ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മക്കളായിട്ട് അങ്ങനെ കൊടുത്തോളും. പിന്നെ അവർക്ക് ആ സമ്പത്തിനോട് വലിയ ഇതുണ്ടാവില്ല. എന്തൊക്കെ കൂട്ടി വെച്ചാൽ ഈ സക്കാത്ത് കൊടുക്കണമെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവും. അത് കഴിച്ചിട്ട് ബാക്കി കാൽക്കുലേഷനൊക്കെ അവർ നടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് കണ്ടാൽ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മളെ മക്കൾ കാണണം, അല്ലെങ്കിൽ മക്കളോട് അതിൻ്റെ കണക്ക് പറയണം. വാപ്പ ഇത്ര സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് പറയണം. അതുകൊണ്ട് മോനും വാപ്പ പോയാലും സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സദക്ക കൊടുക്കണം. നമ്മൾ സദക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഇത്രയൊക്കെ കൊടുത്തു മോനെ എന്ന് പറയണം. അല്ലെങ്കിൽ ഭാര്യയോട് പറയണം, അവർ കേൾക്കാൻ വേണ്ടി പറയണം. ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തെ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നഷ്ടം വരുന്ന ഒരു കാര്യമേ അല്ല. വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അത് വിശദീകരിക്കാൻ നമ്മൾ മുതിരുന്നില്ല. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, പറഞ്ഞതിൻ്റെ ഒരു മുഖ്യമായൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചൊരായത്തുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ വിശാലമായ ആകാശഭൂമികളോളം വിശാലമായ ആരാമത്തിന് അർഹതയുള്ള ആളുകളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് അവകാശിയായിട്ടുള്ള ആളുകളുടെ സവിശേഷത വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 133, 134 വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ഞാൻ മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ, അതുകൊണ്ട് ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും ഈ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി വരുവീൻ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. എന്താ അവരുടെ പ്രത്യേകത? ഒന്നാമതായി തന്നെ പറയുന്ന പ്രത്യേകത, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ ഖാദിമീനൽ ഗൈള വൽ ആഫീന അന്നാസ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ആ മുത്തഖികൾ, സ്വർഗാവകാശിയായിട്ടുള്ള മുത്തഖികൾ, അവർ 10,000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാവുമ്പോൾ മാത്രം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതല്ല. അങ്ങനെയല്ല അവരുടെ സ്വഭാവം. അവരുടെ സ്വഭാവം അവർ ക്ഷാമത്തിലും ക്ഷേമത്തിലും അള്ളാഹിൻ്റെ മാർഗത്തിൽ പണം വിനിയോഗിക്കും എന്നാണ്. ക്ഷാമത്തിലും ക്ഷേമത്തിലും അള്ളാഹിൻ്റെ മാർഗത്തിൽ പണം നൽകും, സമ്പത്ത് നൽകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കോടികൾ ബാങ്കിൽ ഉണ്ടാകുമ്പോഴാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടത് എന്നല്ല. സാധാരണ നമ്മുടെ ആളുകളുണ്ടല്ലോ, എല്ലാ ബാധ്യതയും തീർന്നിട്ട് ഹജ്ജിന് പോകാനിരിക്കുന്ന ആളുകൾ. എല്ലാ ബാധ്യതയും തീർന്ന് ഹജ്ജിന് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ എല്ലാ ബാധ്യതയും തീർന്ന് കുറേ കാശ് ബാങ്കിൽ വരുമ്പോൾ ദാനം ചെയ്യാൻ തുടങ്ങാമെന്ന് തീരുമാനിച്ചാൽ ദാനം ചെയ്യലുണ്ടാവില്ല. ആ ഉണ്ടാക്കിയതൊക്കെ വെച്ചുകൊണ്ട് കണ്ണടച്ച് അള്ളാഹിലേക്ക് പോലും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് എത്ര നൽകാൻ പറ്റുമോ അത്രയും നൽകണം. അതിപ്പോൾ റമദാനിൽ മാത്രമല്ല, വിശ്വാസിയുടെ ഒരു മുഖമുദ്രയായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചൊരു സംഗതിയാണ്. മാത്രമല്ല, ആരാധനാകർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പല ഘട്ടത്തിലും ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളതാണ്, സംസാരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് പറയുന്നത് കാണുക സാധ്യമേ അല്ല ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്ത്. കാരണം അത് പ്രതിഫലത്തിനുള്ളതല്ല, നമ്മളെ മുസ്ലിമാക്കി നിർത്താനുള്ളൊരു പരിപാടിയാണ്. അതേസമയം സദക്കയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നിടത്ത്, സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ, ഏത് തട്ടിപ്പുകാരനും കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, എഴിഞ്ഞു വന്നിട്ട് കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ 2 കാലിൽ നിവർന്ന് നല്ല സ്റ്റഡി ആയിട്ട് ബസ്സിൽ കയറി പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാനീ പറഞ്ഞത്. അതല്ലെങ്കിൽ ശുദ്ധ മദ്യപാനിക്ക് കൊടുക്കുന്ന പൈസയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ തന്നെ പ്രയാസം പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അഭിമാനം കൊണ്ട് പ്രയാസം പുറത്തു പറയാൻ പറ്റൂല. അത് ഏതെങ്കിലും വിധേനയൊക്കെ നമ്മൾക്ക് കിട്ടിയാൽ, ആ വിവരം കിട്ടിയാൽ നമ്മൾ അവരെ സഹായിക്കണം. ഇനി നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഉള്ളവരോട് ഇന്ന ആളിങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്ന് പറയാനെങ്കിലും നമുക്ക് സാധിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 107-ാം അധ്യായത്തിൽ പറഞ്ഞത്, അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ മതനിഷേധിയാണ്. അവൻ കൊടുക്കണില്ല എന്നുള്ളതല്ല പരാതി. അള്ളാന്റെ പരാതി അവൻ കൊടുക്കണില്ല എന്നുള്ളതല്ല, കൊടുക്കാൻ പ്രേരിപ്പിക്കണ പോലുമില്ല അവൻ. അതുകൊണ്ട് അവൻ മതനിഷേധിയാണ് എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം കയ്യിൽ വെച്ച് ആ ആയത്തുകളൊക്കെ നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ ഓതുകയും ചെയ്യുന്നവരാണ്.
അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യയിലൊക്കെ ഒരു ദാനശീലം വളർത്തിയെടുക്കണം. ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ നമ്മളുമായി മത്സരിക്കാൻ ആർക്കും പറ്റില്ല. ഈ പാരമ്പര്യമാണ് നമ്മളതിന് സ്വാധീനിക്കുന്നത്. എന്തിനേറെ എം എ യൂസഫ് അലി പോലും വാരിക്കോരി, അയാളുടെ അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊമോഷൻ അതിന്റെ പുറകിൽ ഉദ്ദേശമായിരിക്കാം, നമുക്കറിയില്ല. അതൊക്കെ പടച്ചമ്പുരാന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും അദ്ദേഹം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഈ വാരിക്കോരി കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? ഈ പ്രചോദനമാണ്. അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കൾ ആളുകളെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ആളുകൾ പ്രയാസം പെട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മ മാലയോ വളയോ എടുത്തു കൊടുത്ത് ഇത് പണയം വെച്ചിട്ട് പോയി കാര്യം കാണ് എന്ന് പറയുന്നത് ഞാൻ കണ്ടു വളർന്നിട്ടുണ്ട് എന്ന് എം എ യൂസഫ് അലി പറയാണ്. കാരണം ഇതാണ് കാര്യം. യൂസഫ് അലി ആയത്തോ ഹദീസൊക്കെ ധാരാളം പഠിച്ചിട്ടല്ല, അത് കാണുകയാണവർ. അങ്ങനെ കണ്ട ഒരു സംഗതിയെ എത്ര പ്രയാസമുള്ളതാണെങ്കിലും തലമുറക്കാർ അത് പിന്തുടരും എന്നതാണ് അതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നവർ, ഞാൻ ദരിദ്രനാണല്ലോ എന്ന് വിചാരിക്കല്ലോ, കൊടുക്കാൻ പറ്റുമോ കൊടുക്കണം. എപ്പോഴും ലക്ഷങ്ങൾ വേണം എന്ന വിചാരം നമ്മളെ ആ ദിശയിലേക്ക് കൊണ്ടുപോകരുത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ക്ഷാമത്തിലും ക്ഷാമത്തിലും. ക്ഷേമം ഉണ്ടാവും മാത്രമല്ല, ക്ഷാമം ഉണ്ടാകുമ്പോഴും അവർ കൊടുക്കും. കാരണം അതൊരു ശീലമാണ്, അവരുടെ ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ട് ആ ഒരു ശീലം നമ്മൾ ഈ റമദാനിൽ കൂടുതലായിട്ട് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന പലരും ഇരിപ്പുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖുത്ബ സ്ഥിരം കേൾക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ക്യാൻസറാണ്, ഉടലുമായി ബന്ധപ്പെട്ട ക്യാൻസറാണ്. അദ്ദേഹം ഇപ്പോൾ വീണ്ടും കീമോക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിനും അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രോഗം കൊണ്ട് കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم.